കേരളത്തിൽ എത്രയോ കടകളുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള പലതരം കടകൾ. ഇനി ടെക്സ്റ്റൈൽസുകൾ തന്നെ ഒരു ഉദാഹരണത്തിന് എടുക്കുക. ഒരു വലിയ ടെക്സ്റ്റൈൽസ് ഒരു 20 പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ വല്ലതും കാണും അതിഥി തൊഴിലാളിയായിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കടകളിലൊക്കെ ഈ അതിഥി തൊഴിലാളികളെ അധികം കാണാത്തത്? വേറെ നമ്മൾ പുറത്തിറങ്ങിയാൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ഉള്ളൂ ഏത് പണിയും ചെയ്യാൻ. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജോലികൾക്ക് പോകാത്തത്? അവർക്ക് കിട്ടാഞ്ഞിട്ടാണോ? ഭാഷ അറിയാത്തതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് അവർക്കറിയാം. എന്നാൽ ഇത്തരം മേഖലയിൽ മുഴുവൻ മലയാളികളുമാണ് നാട്ടില്. നമ്മൾ കൂലിപ്പണി എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന സാധാരണമായ ജോലികൾ അന്യ സംസ്ഥാനത്ത് നിന്ന് ആളുകൾ വന്ന് ആ പണി ചെയ്തിട്ട് മാസം 30,000 അതിനു മേളിലും ഒക്കെ സമ്പാദിച്ചിട്ട് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മലയാളി അവന്റെ നാട്ടിൽ നിന്നുകൊണ്ട് മാസം 10,000-നും 5,000-നും 7,000-നും ഒക്കെ ജോലി ചെയ്യുകയാണ്. സൂപ്പർ മാർക്കറ്റുകളിലും ഇതുപോലെയുള്ള ടെക്സ്റ്റൈൽസുകളിലും ഇങ്ങനെയുള്ള കടകളിലും ഒക്കെ എത്ര രൂപയാണ് കൊടുക്കുന്നത് എന്ന് കേട്ട് കഴിഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. എന്തിനാണ് ഇവർ പോകുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് വേറെ ജോലിക്കുള്ള ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ടാണോ? സ്വന്തം നാട്ടില് നല്ല വരുമാനം കിട്ടുന്ന പണിയാണെങ്കിലും ശരി മലയാളി അത് ചെയ്യില്ല എന്നുള്ളതാണ്. എന്നാൽ ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലോ ഏത് പണിയും അല്ലെങ്കിൽ ആ നാട്ടുകാർ ചെയ്യാത്ത ഏത് പണിയും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ? നമ്മളെല്ലാത്തിനും രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അർഹിക്കുന്ന ഭരണാധികാരികളെ നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം. ജനം എങ്ങനെയോ അതുപോലെ ആയിരിക്കും നേതാക്കന്മാരും. അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവർക്ക് AC-യിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് വേർക്കാതെ ഈ AC-യിൽ നിന്ന് മാസം 10,000 മേടിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരെ പുറത്ത് കല്ല് ചുമക്കാൻ തുടങ്ങി വാർക്കപ്പണിക്ക് വരെ പോകും. മാസം 10-30,000 രൂപ ഉണ്ടാക്കും. നോർത്ത് ഇന്ത്യയിലേക്ക് പല സംസ്ഥാനങ്ങളും ഒക്കെ അവിടെ പല ഭാഗങ്ങളും ഒക്കെ പച്ച പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ ജീവിത രീതി മാറി തുടങ്ങിയിരിക്കുന്നു. കാരണം ഇവിടെ നിന്ന് പണം അങ്ങോട്ട് ചെല്ലുകയാണ്. കേരളത്തിൽ എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു കണക്ക് പോലുമില്ല. ചിലർ പറയും 20 ലക്ഷമേ ഉള്ളൂ. എന്നാൽ നമുക്കറിയാം 40 ലക്ഷം മുതൽ 60 ലക്ഷം അല്ലെങ്കിൽ അതിന് മേളിലുമൊക്കെ ആളുകൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു വർഷം കേരളത്തിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പണം എത്രയാണെന്ന് കണക്ക് കൂട്ടിയാൽ 40,000 കോടി രൂപ എന്നൊക്കെയാണ് പൊതുവെ പറയുന്നതെങ്കിലും ആ കണക്ക് നോക്കിയാലും മനസ്സിലാവും 2 ലക്ഷം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ പണമൊക്കെ ആയിരിക്കും ഓരോ വർഷവും കേരളത്തിൽ നിന്ന് പോകുന്നത്. കേരളം രക്ഷപ്പെടുമോ അല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്താണ്? നമ്മൾ ദാരിദ്ര്യത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളതിന് ഈ ഒരു ഒറ്റ കണക്ക് മതി. ഇവിടെയുള്ള പണം മുഴുവൻ പുറത്തു പോവുകയാണ്. പിന്നെ ഇവിടെ എങ്ങനെ അഭിവൃദ്ധിപ്പെടും? ഇനി ഇങ്ങനെ പുറത്തു പോയാലും ഇതിന്റെ ഇരട്ടി പണം കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ വ്യവസായങ്ങൾ വേണം. അതിന്റെ കാര്യം ഉണ്ടായിരിക്കുന്നതാണ് ഭേദം. പണ്ട് ഗൾഫിൽ നിന്ന് വരുമായിരുന്നു. അത് തന്നെയായിരുന്നു കേരളത്തിന്റെ GDP-യുടെ നല്ലൊരു ഭാഗവും. അത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഗൾഫിലുള്ളവരും യൂറോപ്പിലേക്ക് പോവുകയാണ്. ഏറ്റവും കൂടുതൽ NRI റെമിറ്റൻസ് ഉള്ള സംസ്ഥാനം കേരളം മാറിയിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയാണ്. ഇനി കേരളത്തിന്റെ സ്ഥാനം ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ കാര്യം ഒരു തീരുമാനമായി എന്ന് പറയാം. ഉരുളക്കിഴങ്ങും പരിപ്പും ഒക്കെ മാത്രം മേടിച്ച് അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഇവിടെ ഒതുങ്ങി ജീവിച്ചിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെയൊക്കെ ലെവൽ മാറിയത് പലരും മനസ്സിലാക്കുന്നില്ല. ഇന്ന് അവർ വിമാനത്തിനാണ് അവരുടെ നാട്ടിലേക്ക് പോകുന്നത്, ട്രെയിനിന് പോലും അല്ല. കാരണം അവരുടെ കാശുണ്ട്. മലയാളികളുടെ കയ്യിലുള്ളതിലധികം കാശ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങനെ പോകുന്നതിന് എന്താ പ്രശ്നം? ഇതിപ്പോൾ സർവ്വസാധാരണമായ കാഴ്ചകളാണ്. നിങ്ങൾ എയർപോർട്ടിൽ പോയി നോക്കുക. ഞാനും എൻ്റെ ഒരു 2 കൂട്ടുകാരും കൂടി ഒരു 6 മാസം മുമ്പ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിന് പോയപ്പോൾ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തൊന്ന് സ്റ്റാറ്റസ് ഇട്ട് ആളാകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള 3 സീറ്റിൽ ഇരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അതായത് അവർ നമ്മുടെ നാട്ടിൽ പണിക്ക് വരുന്നത് പോലെയൊക്കെ തന്നെ വലിയ കാര്യമൊന്നുമില്ലാതെ ഇത് പലതവണ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ വന്നത്. അതായത് കേരളത്തിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഒരുപക്ഷെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂർ തന്നെയും പോയതായിരിക്കും. ഇത് മോശമാണെന്നല്ല പറഞ്ഞത്, നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ തന്നെ അവരുടെ ജീവിത നിലവാരം മാറി വരണം. പക്ഷേ മലയാളിയേക്കാൾ ഭേദമായിട്ടാണ് അവരിൽ പലരും ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കേരളത്തിൽ സെറ്റിൽഡ് ആയിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷവും ഒക്കെ തോന്നും. അതായത് ഇവിടെ വന്ന് ഒന്നുമില്ലാതെ വന്നിട്ട് ഇപ്പോൾ ഒരു ഹോട്ടൽ മുതലാളിയായിട്ട് മാറിയിരിക്കുന്നു. ആ മുതലാളിയുടെ കീഴിൽ പണിയെടുക്കുന്നത് മലയാളികളാണ്. കണ്ടു പഠിക്കണമെന്നുള്ളതാണ്. നമ്മൾ എവിടെയെന്ന് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അവർ നമ്മുടെ മുതലാളിമാരായി തുടങ്ങിയിരിക്കുന്നു പലയിടത്തും. കേരളത്തിൽ ഒരു വീട് ലോൺ എടുക്കാതെ പണിയാൻ സാധിക്കുന്നില്ല എന്ന് മലയാളികൾ പറയുമ്പോൾ ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ സമ്മതിക്കില്ല യൂണിയനുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പരാതി പറഞ്ഞിരിക്കുമ്പോൾ അവിടെ നിന്ന് ഈ നാട്ടിൽ വന്നിട്ട് ഭാഷ പോലും അറിയാതെ കുറച്ച് നാളുകൊണ്ട് ഇതെല്ലാം പഠിച്ചിട്ട് അവരിവിടെ പ്രശോഭിച്ച് കാണിക്കുകയാണ്, ജീവിച്ച് കാണിക്കുകയാണ്. ഇവിടെ സാധാരണമായ ജോലികൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ശരാശരി 1000 രൂപ എന്തായാലും കിട്ടും. എല്ലാ ദിവസവും ഇപ്പോൾ പണി ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും സാധാരണമായിട്ടുള്ള ഏത് ജോലി ചിന്തിച്ചു നോക്കുക. ഒരു പെയിന്റർ ആണെങ്കിലും കാർപ്പൻ്റർ ആണെങ്കിലും പ്ലംബർ ആണെങ്കിലും ഇലക്ട്രീഷ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ കൂലിപ്പണി എന്ന് നമ്മൾ പറയുന്ന സാധാരണ ജോലികളും വാർക്കപ്പണിയും കല്ലുപണിയും ഒക്കെ ഉൾപ്പെടെ ഇതിനെല്ലാം ശരാശരി 1000 രൂപ അതിന് മുകളിലേക്കും ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ജോലിക്ക് പോകുന്ന ഒരാളോട്
അയാൾ എന്തോ സാധാരണ ജോലിക്ക് പോവുകയാണ് എന്നുള്ള ഒരു മനോഭാവത്തിലാണ്. അല്ലെങ്കിൽ ഒരു വിവാഹത്തിന്റെ സമയം വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കാനായിട്ട് യുവതികൾ തയ്യാറല്ല. അവർ പറയുന്നത് പലർക്കും ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉണ്ട്, പക്ഷെ ഇത് വെച്ച് എന്ത് ജോലി കിട്ടും? പണ്ട് ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു സാറ് പറഞ്ഞതാണ്, നിങ്ങൾ അറ്റപ്പറ്റയൊക്കെയാണ് പാസ്സായി പോകുന്നതെങ്കിൽ ഈ കോളേജിലൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ മഴയുണ്ടെങ്കിൽ മഴ നനയാതിരിക്കാൻ ഒരു തലയ്ക്ക് തണലായിട്ട് ഈ സർട്ടിഫിക്കറ്റ് പിടിക്കുക, അത്ര ഇതിന്റെ പ്രയോജനമുള്ളൂ എന്ന് പറയുമായിരുന്നു. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നിങ്ങൾക്ക് മാസം എത്ര വരുമാനം കിട്ടും, അതിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ പേരിൽ കുറെ ഡിഗ്രിയും ബിരുദാനന്തര ബിരുദം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആളുകൾക്ക് ഈ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നത് മതി. അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഇവിടെ ചെയ്യുന്നതിനേക്കാളും സാധാരണ ജോലികൾ അവിടെ ചെയ്താലും കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഒന്ന് തിളങ്ങി നിന്നാൽ മതി. അവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും പ്രശ്നമല്ല, അത് ഓക്കെയാണ്. പക്ഷെ നാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്ന സാധാരണ ജോലികൾ ചെയ്യുന്നവർക്ക് മാന്യത കുറവായിട്ട് പലരും കരുതുന്നു. നമ്മൾ രക്ഷപ്പെടാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് സാധാരണ ജോലികൾ പലരും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരിവിടെ വന്ന് ഈ ജോലി ചെയ്യുന്നതും ഈ പണം മുഴുവൻ കേരളത്തിന് പുറത്തേക്ക് പോകുന്നതും. പണ്ടൊക്കെ ഡ്രൈവർമാർക്കൊക്കെ നല്ല കാശായിരുന്നു, ഇപ്പോൾ അതും കുറഞ്ഞു വരികയാണ്. 600-നും 500-നും ഒക്കെ വണ്ടി ഓടിക്കുന്നവരുണ്ട് ഇപ്പോൾ. അതായത് ലോറിയും ബസ്സും ഒക്കെയാണ് പറയുന്നത്, കേട്ടാൽ പലരും വിശ്വസിക്കില്ല. മുതലാളിമാർ പറയുകയാണ് ഇത്രേ തരാൻ പറ്റുള്ളൂ, ഇതാണ് വരുമാനം, കളക്ഷൻ ഇതാണ്, ഇത് മതിയെങ്കിൽ നിൽക്കുക എന്നാണ് പറയുന്നത്. പലരും അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മളിപ്പോൾ പറയുന്നുണ്ട് ശരാശരി 1000 രൂപ കിട്ടുന്നു എന്ന്. കുറഞ്ഞ കൂലിക്ക് പണി ചെയ്യാൻ ആളുള്ളതുകൊണ്ട് തന്നെ മലയാളികൾക്ക് പലപ്പോഴും പണി കിട്ടാറുമില്ല, അതൊരു പണിയായിട്ട് വരികയാണ്. ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർക്കും ജോലി കിട്ടാത്ത അവസ്ഥ. ഇനി ഇതിനും പുറമെ കൂലി കുറഞ്ഞു വരികയാണ്. ചിലർ പറയുന്നു എവിടെയാണ് ഇനി കൂലി കുറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വരരുത്. നമ്മുടെ ജീവിത ചെലവുകൾ വർദ്ധിക്കുന്ന അനുസരിച്ച് കൂലി കൂടുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. 10 വർഷം മുമ്പ് 500 രൂപ കിട്ടിയിരുന്നിടത്ത് ഇന്ന് അതേ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇന്ന് 1500 രൂപ വേണം. അതുപോലെയാണ് ജീവിത ചെലവുകൾ മാറിപ്പോയിരിക്കുന്നത്. അല്ലാതെ ഇന്ന് വന്നുള്ള അക്കങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെയാണല്ലോ എല്ലാവരും പുറത്തേക്ക് ചാടുന്നത്. അവിടെ 2 ലക്ഷം 3 ലക്ഷം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 3 ലക്ഷം കിട്ടുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവിടെ 30,000 രൂപ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും അവിടെ ആ 3 ലക്ഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും കേരളം വിട്ടോളൂ, കൊള്ളാവുന്ന ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് രക്ഷപ്പെട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ ഈയിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു സ്ഥലത്തിന് വിലയില്ലാതാവുകയാണ് കേരളത്തിൽ. കുറേ പേര് അതിനെതിരായിട്ട് സ്ഥലത്തിന് വിലയൊന്നും പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു 10 വർഷം മുമ്പ് ഒരു സാധാരണ 2 വീലർ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വേണമായിരുന്നു? ഒരു 60,000 അല്ലെങ്കിൽ 55,000 രൂപയുണ്ടെങ്കിൽ ഒരു ആവറേജ് ഒരു 2 വീലർ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ വാങ്ങാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പോൾ അത് 1.25 ലക്ഷം രൂപയെങ്കിലും ആയിട്ടുണ്ട്. ശരിയാണോ എന്ന് നോക്കുക. ഇത് 2 വീലറിൻ്റെ മാത്രമല്ല, കാറാണെങ്കിലും ഇനി ഒരു വീട് പണിയുന്ന ചിലവാണെങ്കിലും ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക, അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കുക. ഇരട്ടിയായിട്ടുണ്ട് 10 വർഷം കൊണ്ട് എല്ലാ മേഖലകളിലെയും ജീവിത ചെലവുകളും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും വിലയും. നേരെ ഇരട്ടിയായത് മാത്രമല്ല, 3-4 ഇരട്ടി വില കയറിയ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് സ്ഥലത്തിൻ്റെ വില കൂടിയോ കുറഞ്ഞോ എന്ന് ചിന്തിച്ച് നോക്കുക. 10 വർഷം മുമ്പ് ഒരു സെന്റിന് 1 ലക്ഷം രൂപ വിലയുണ്ടായിരുന്നെങ്കിൽ ഇന്നും ആ 1 ലക്ഷത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പോലും വില കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലർ എടപ്പള്ളിയിലും അല്ലെങ്കിൽ തൃശ്ശൂർ റൗണ്ടിലെയും ഒക്കെ വില ചോദിച്ചിട്ട് സ്ഥലത്തിന് വില കൂടി എന്ന് പറയുന്നതിൽ കാര്യമില്ല. പ്രധാനപ്പെട്ട നഗരഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലൊക്കെ വില കൂടും, അത് സ്വാഭാവികമാണ്. എന്നാൽ മൊത്തത്തിൽ നോക്കുക, ശരാശരി സ്ഥലത്തിന്റെ വില നോക്കുക, അത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ചിലർ പറയുന്നത് സ്ഥലം വാങ്ങാൻ നോക്കി നടക്കുന്നു, എങ്ങും കിട്ടാനില്ല, ഒടുക്കത്തെ വിലയാണ് പറയുന്നത്. ശരിയായിരിക്കും, ആളുകൾ ഡിമാൻഡ് ഇട്ട് നിൽക്കുന്നുണ്ടാകും, ഇത്ര കിട്ടിയാലേ ഇത്ര സ്ഥലം കൊടുക്കുകയുള്ളൂ. പക്ഷെ അവരുടെ സ്ഥലം അടുത്തെങ്ങാനും വിറ്റ് പോയിട്ടുണ്ടോ എന്നുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതാണ്. സ്ഥലത്തിന് ഈ വില കിട്ടിയാലേ വിൽക്കൂ എന്ന് പറയും, പക്ഷെ വിൽപ്പന നടക്കുന്നില്ല. പലയിടത്തും സ്ഥലം കൊടുക്കാനുണ്ട് എന്നും പറയുന്നുണ്ട്, വാങ്ങാനായിട്ട് ആളും ചെല്ലുന്നുണ്ട്. പക്ഷെ രണ്ടു കൂട്ടരും തമ്മിൽ അത് ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. വിൽപ്പന നടക്കുന്നില്ല, മേടിക്കലും നടക്കുന്നില്ല. മേടിക്കാൻ ആളില്ല, വിൽക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടുകയാണ് വാങ്ങാനുള്ളവരെ അപേക്ഷിച്ച്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വില ഇരട്ടിയായാൽ മാത്രമേ സ്ഥലത്തിന് വില താഴോട്ട് പോയില്ല എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ജീവിത ചെലവുകൾ വെച്ചിട്ട്. എന്നാൽ മിക്കയിടത്തും പണ്ട് 1 ലക്ഷം സെന്റിന് വില ഉണ്ടായിരുന്നത് പോലും ഇപ്പോൾ അതിലും താഴേക്ക് വരെ പോയിരിക്കുകയാണ്. കേരളം ചരിത്രാതീത കാലം മുതലേ പച്ചപിടിച്ചാണ് കിടന്നിരുന്നത്. എന്നാൽ ഇവിടെ ജീവിച്ചിരുന്നവരുടെ ജീവിതം ഒന്ന് പച്ചപിടിക്കാൻ തുടങ്ങിയത് കുറേ മലയാളികൾ ഗൾഫിൽ പോയി ആ കാശ് ഇവിടെ കൊണ്ടുവന്നു. അവരൊന്നുമില്ലാത്തവരായിരുന്നു മിക്കവരും. അവർക്ക് പിന്നീട് സ്ഥലം വാങ്ങണം, വീട് വാങ്ങണം, അങ്ങനെ ഒരുപാട് പേർക്ക് സ്ഥലം വേണം എന്നൊക്കെ വന്നപ്പോൾ സ്ഥലത്തിന് ഡിമാൻഡ് വന്നു, സ്ഥലത്തിന് വില വന്നു. ഇവർ സ്ഥലം വാങ്ങുന്നതിലൂടെ ഇവിടെ സാധാരണക്കാരായിട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ ഗൾഫിൽ പോകാതിരുന്ന ആളുകളുടെ കയ്യിലേക്കും അതേ പണം വന്നു. ഇങ്ങനെയൊക്കെയാണ് കേരളം പച്ച പിടിച്ചത്. ഇന്ന് സ്ഥലത്തിന് വിലയില്ലാതാകുന്നു എന്ന് പറയുമ്പോൾ
അന്ന് വന്നിരുന്ന ആ അഭിവൃദ്ധിയുടെ നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രതാപവും പണവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനയാണത്. മലയാളി അറ്റ് ഷോ ഓഫ് എന്നും പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ആളുകളുടെ മുമ്പിൽ ഈ പൊങ്ങച്ചം കാണിച്ചാൽ മതി, എനിക്ക് എന്ത് വരുമാനമുണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്ത് സാധിക്കും, എനിക്ക് സമാധാനമായിട്ട് ജീവിച്ചാൽ മതിയോ, ഇതൊന്നും ചിന്തിക്കാതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ എടുത്താൽ പൊങ്ങാത്ത ലോണും കാര്യങ്ങളും പത്രാസും എല്ലാം കാണിച്ചിങ്ങനെ നടക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നാലും ഇത് തന്നെയല്ലേ നമ്മൾ കാണുന്നത്. എല്ലാവരും അവരുടെ നല്ല വശങ്ങൾ മാത്രം, മറ്റുള്ളവർ ഇത് കാണുമ്പോൾ അവരൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ്, ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ എന്ന് കുറേ പേര് ചിന്തിക്കുന്നു. അവനവൻ്റേതായ ഒരു നിലപാടെടുത്തിട്ട് ആളുകൾ ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ വീടും കാറും ഒക്കെ കണ്ടിട്ട് ഇമ്പ്രസ് ആയിട്ട് അവരങ്ങ് തിരിച്ചു പോകും. പക്ഷെ ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടത് നിങ്ങൾ മാത്രമായിരിക്കും. എനിക്ക് സമാധാനമായിട്ട് ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് എന്തുണ്ട്, പടിപടിയായിട്ട് വേണം വളരാൻ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരാൾക്ക് സാമ്പത്തികമായ അച്ചടക്കം ഉണ്ടെങ്കിൽ തന്നെ മലയാളിയുടെ 90% പ്രശ്നവും തീർന്നു. അല്ലാതെ എല്ലാത്തിനും നമുക്ക് എപ്പോഴും കല്ലെറിയാനായിട്ടൊരാൾ വേണം. അത് ഇന്നൊരു മന്ത്രിയാണെങ്കിൽ നാളെ ഒരു സിനിമാ താരമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിരിക്കും. എല്ലാവരെയും ഇങ്ങനെ ഇരുന്ന് നമുക്ക് അവരെ അങ്ങ് എയറിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. കൈ കാശുള്ള കുറേ അധികം മലയാളികളുണ്ട്. ഇവരുടെയൊക്കെ വീട്ടുജോലിക്ക് നിൽക്കാനായിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും വരുന്നത്. അതിനും മലയാളികളെ കിട്ടാനില്ല. ഇവിടെ ജോലി ഇല്ല എന്നാണ് പറയുന്നത്. ഇത്തരം ജോലികൾക്കും പോകാൻ നമ്മൾ തയ്യാറല്ല. ഇതിനൊക്കെ മാസം കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കടകളിലൊക്കെ നിൽക്കുന്നതിൻ്റെ 5-6 മടങ്ങാണ്. പക്ഷെ അതിന് പോവില്ല. അതിനും അന്യ സംസ്ഥാനത്തു നിന്നാണ് ആളുകൾ വരുന്നത്. കാരണം ആ ജോലിക്ക് അന്തസ്സില്ലല്ലോ. എന്നിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് അവിടുത്തെ ഓൾഡ് ഏജ് ഹോമുകളിലും ഒക്കെ ജോലി ചെയ്യും. ഇന്നൊരു ശരാശരി മലയാളി കുടുംബത്തിലെ പലരും ജോലി ചെയ്യുന്നത് 10,000-നും 15,000-നും ഒക്കെ മാത്രമാണ്. ഈ കാശ് കൊണ്ട് എങ്ങനെ ജീവിച്ചു പോകുന്നത് ചിന്തിച്ചു നോക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.